ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1157 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, പിന്നൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഉടനെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്, കാഗുറ ബച്ചി എന്ന് പറഞ്ഞൊരു മാങ്കയുടെ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. പീക്ക് ലെവൽ മാങ്കയാണ്. നിങ്ങൾ അതൊന്ന് ഉറപ്പായിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അപ്പൊ ഇനി ഒട്ടും തന്നെ സമയങ്ങളായ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ ഇന്റർനാഷണൽ ചാരിറ്റി യൂണിയൻ ടെമ്പിൾ ഫൂട്ട് കോളനി റൈഡ് ചെയ്യുന്ന റോക്സ് പൈറേറ്റ്സിനെയാണ് കാണിക്കുന്നത്. അവർ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്, ഇവിടെ ഉള്ളതെല്ലാം പാക്ക് ചെയ്തു, ഇതിപ്പോ കുറെ പണം ഉണ്ടല്ലോ എന്നൊക്കെ. ഒച്ചോക്കോ ആണെങ്കിൽ പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് എല്ലാം കിട്ടി, ഇനി ഇവിടെ നിന്ന് പെട്ടെന്ന് കടക്കാം വാ എന്ന്. ഇപ്പൊ അവിടുത്തെ മെയിൻ പ്രീസ്റ്റ് ഇവരോട് പറയുന്നുണ്ട്, അയ്യോ ഈ പണം പാവങ്ങളായ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, ഇതൊന്നും കൊണ്ടുപോകല്ലേ എന്ന്. ബിഗ് മോം ആണെങ്കിൽ പറയുന്നുണ്ട്, ചുമ്മാ കള്ളം പറയാതെ, അങ്ങനെ കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കാതെ ഇവിടെ എന്തിനാ പിന്നെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഡെൻഡൻ മുഷി കൂടെ ആരോ ഓ ഒച്ചാക്കോ എന്ന് വിളിക്കുന്നത് കേൾക്കാം. ലിഫ്റ്റ് ഒന്ന് താഴേക്ക് വിട്, ഞങ്ങൾ മുകളിലേക്ക് വന്നിട്ടില്ല എന്നവർ ഒച്ചാക്കോവിനോട് പറയുന്നുണ്ട്. ഒച്ചാക്കോ ആണെങ്കിൽ ഇത് കേട്ടിട്ട് ഓ ശല്യമായല്ലോ, എടോ ഷിക്കി അതൊന്ന് മാനേജ് ചെയ്യുമെന്ന് പറയുന്നു. ആ ശരിയാണല്ലോ, അവരുടെ കാര്യം ഞാനങ്ങ് മറന്നേ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷിക്കി ഒരു ബോംബ് എടുത്തിട്ട് അവരുള്ള അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എറിഞ്ഞിട്ട് അവരോട് ഗുഡ് ബൈ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ആ അണ്ടർഗ്രൗണ്ടിലുള്ളത് കൈദോയും വൈറ്റ് ബിയേഡും പിന്നെ ക്യോയും ആണ്. ആ ബോംബാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് എക്സ്പ്ലോഡ് ആവുന്നുണ്ട്. ഉടനെ ഷിക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, നമ്മുടെ ഷെയർ കൂടിയിന്ന്, നല്ല ബെസ്റ്റ് ഒത്തൊരുമയുള്ള ക്രൂ തന്നെ. ഇപ്പൊ ആ മെയിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്, ഈ നാറികൾക്ക് നമ്മളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അറിയാം, ആർമി ഇതുവരെ വന്നില്ലേ, അവരെത്താറായി എന്ന് മറ്റൊരു പ്രീസ്റ്റ് ആണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവരെ ഒന്നും ഇവിടുന്ന് പുറത്ത് കടക്കാൻ അനുവദിക്കരുതെന്ന്. അങ്ങനെ ഇപ്പൊ ഇവർ ഈ ടെമ്പിൾ ലോക്ക് ചെയ്യുകയാണ്. സ്റ്റൂസിയുടെയും ബിഗ് മോമിന്റെ ഫ്രണ്ടിലായിട്ട് ജയിലിലെ പോലെ ഇരുമ്പഴികൾ വീഴുന്നത് ഇപ്പൊ കാണാം. ഓ ഇവന്മാരപ്പം നമ്മളെ ലോക്ക് ചെയ്യാനുള്ള പ്ലാനാണ്, ഇത് നമുക്ക് ഇപ്പൊ തന്നെ പൊളിക്കാം, നീ മുന്നിൽ നിന്ന് മാറി സ്റ്റൂസി എന്ന് ബിഗ് മോം പറയുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ബിഗ് മോം ആണെങ്കിൽ ഞെട്ടുന്നുണ്ട്. സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ടെമ്പിൾ നിൽക്കുന്ന തറയുണ്ടല്ലോ, അതിങ്ങനെ കുലുങ്ങുകയാണ് സീ ലെവലിൽ നിന്നിട്ട്. ഇതിപ്പോ വൈറ്റ് ബിയേഡ് ആണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം, പുള്ളി മറൈൻ ഫോർഡിൽ ഉപയോഗിച്ച സെയിം ടെക്നിക്ക് തന്നെയാണ്. ഇതെന്താ ഇത് ഭൂമി കുലുക്കമാണോ എന്നൊക്കെ ഇപ്പൊ അവര് ചോദിക്കുന്നുണ്ട്. അല്ല, ഇതെല്ലാം അവൻ ചെയ്യുന്നതാ, ന്യൂ ഗേറ്റ് എന്നിപ്പോ ബിഗ് മോം അവിടെ കിടന്ന് അലറുന്നുണ്ട്. നോക്കിയാ ഇപ്പൊ അവരെല്ലാം ഇങ്ങനെ എയറിൽ പറക്കുകയാണ്. ആ ടെമ്പിൾ ആണെങ്കിൽ ഇപ്പൊ നിലം പൊത്തിയിട്ടുണ്ട്. ഇപ്പൊ ആ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കൈഡോയും വൈറ്റ് ബിയേഡും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ താഴെയായിട്ട് ക്യോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വൈറ്റ് ബിയേഡിന്റെ ഈ എബിലിറ്റി കണ്ടിട്ട് ഇപ്പൊ കൈഡോ ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അസൂയ തോന്നുന്നു, എനിക്കും ഇതുപോലൊരു എബിലിറ്റി വേണമെന്ന്. വൈറ്റ് ബിയേഡ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഓ ഡെവിൾ ഫ്രൂട്ടിന്റെ കാര്യമാണോ നീ പറയുന്നത്, പക്ഷെ നീ ഒരു ഡെവിൾ ഫ്രൂട്ട് ചൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം, കാര്യം അത് പെർമനന്റ് ആണ്, ജീവിതകാലം മുഴുവൻ നിന്റെ ശരീരത്തിലുണ്ടാകും. ഇപ്പൊ ക്യോ ആണെങ്കിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഏത് നാറിയാടാ ഞങ്ങൾക്കിട്ട് പണിഞ്ഞതെന്ന്. ഒച്ചോക്കോ ആണെങ്കിൽ ഇപ്പൊ നൈസായിട്ട് മേളിലേക്ക് വിരളി ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഷിക്കി ഇപ്പൊ ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. പുള്ളി ഫ്ലോട്ട് ഫ്രൂട്ട് ആണല്ലോ കഴിച്ചിട്ടുള്ളത്. എടാ ഷിക്കി, അപ്പൊ നീയാ ഇത് ചെയ്തതല്ലേ? ഓ ക്യോ, നീ ജീവനോടുണ്ടോ? ഹോ, നിന്റെ കാര്യം ഓർത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. ക്യോയും ഷിക്കിയും തമ്മിൽ ഇപ്പൊ മുടിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ്. ക്യോ ആണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുവാടാ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വൻ സീൻ. റോക്സ് ആണെങ്കിൽ ഇപ്പൊ അവിടെ നിന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട്, നീയൊക്കെ എന്താടാ അവിടെ നിന്ന് കുഞ്ഞു കളിക്കുന്നേ, ഒന്ന് പെട്ടെന്ന് വാ, നമുക്ക് ഇവിടുന്ന് പോണം, ട്രഷർ ഭദ്രമായിരിക്കണേന്ന് റോക്സ് പറയുന്നുണ്ട്. ഇപ്പൊ ഗൻസൂയി ആണെങ്കിൽ പറയുന്നുണ്ട്, ഓക്കെ അതൊന്നും വിഷയമില്ല എന്ന്. ക്യാപ്റ്റൻ ജോൺ ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഹേ റോക്സ്, നീ ദേ ആ കടലിലോട്ടൊന്ന് നോക്കിക്കേ, മറീൻസ് ആണ്, നമ്മളെ അവന്മാര് വളഞ്ഞിരിക്കുക എന്ന് ജോൺ പറയുന്നു. റോക്സ് ഇപ്പൊ പറയുന്നുണ്ട്, സിറ്റുവേഷൻ കുറച്ച് സീനാണല്ലോ, എടാ പൊട്ടന്മാരെ, ചുമ്മാ കടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം, മറീൻസ് വളഞ്ഞിട്ടുണ്ട്. വൈറ്റ് ബിയേഡ് ആണെങ്കിൽ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, നേവി ഇത്ര പെട്ടെന്ന് എത്തിയോ, ഇൻഫർമേഷൻ എങ്ങനെങ്കിലും ഇനി ലീക്ക് ആയോ. റോക്സ് ആണെങ്കിൽ ഇപ്പൊ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്, നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല, എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിക്കോ, ഇവന്മാരുടെ കപ്പലിൽ നമുക്ക് കൊള്ളയടിച്ച് കടലിൽ മുക്കാം. റോക്സ് പൈറേറ്റ് ക്രൂ ആരംഭിച്ചിട്ട് വെറും 2 വർഷം കൊണ്ട് അവര് 16 റെയ്ഡുകൾ നടത്തി, 76 കപ്പലുകൾ കടലിൽ മുക്കി, 16 പോർട്ടുകൾ കത്തിച്ചു, 5 ടൗണുകൾ നാമാവിശേഷമാക്കി, ഒരു രാജ്യത്തിന്റെ ഭരണം തന്നെ കീഴ്മേൽ മറിച്ചു. വേൾഡ് ലോയിലെ ആർട്ടിക്കിൾ 18 ലംഘിച്ചുകൊണ്ടുള്ള 3 സ്പെഷ്യൽ കേസുകൾ അവരുടെ പേരിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രിമിനൽ റെക്കോർഡ്സിൽ നിന്ന് ഇറൈസ് ചെയ്യപ്പെട്ട 25ഓളം കേസുകൾ. ഇതേ കടലിലൂടെ തന്നെയായിരുന്നു ഭാവിയിൽ പൈറേറ്റ് കിങ് എന്നറിയപ്പെട്ട ഗോൾഡി റോജറും യാത്ര ചെയ്തിരുന്നത്. പക്ഷേ ഈ കുറച്ചു കാലങ്ങൾ, അതായത് റോക്സ് പൈറേറ്റ്സ് കടലിൽ ആക്റ്റീവ് ആയിരുന്ന ഈ കാലങ്ങള് അക്ഷരാർത്ഥത്തിൽ ഏജ് ഓഫ് ദ റോക്സ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നറേറ്ററുടെ ഈ ഒരു ഡയലോഗിൽ തന്നെ ഉണ്ട് എല്ലാം. അതായത് ഈ ഏജ് ഓഫ് പൈറേറ്റ് ഇറ എന്നൊക്കെ പറയുന്നത് പോലെ ഏജ് ഓഫ് ദ റോക്സ് ഒരാളുടെ പേരിൽ. എന്തോ ഒരു ചതി പറ്റി മരിച്ചില്ലായിരുന്നെങ്കിൽ കിങ് ഓഫ് പൈറേറ്റ്സിന് മുകളിൽ അറിയപ്പെടേണ്ടിയിരുന്ന ഒരു ടെററായിട്ടുള്ള മനുഷ്യൻ. ഇപ്പോൾ ന്യൂ വേൾഡിലെ എനിഷി എന്ന് പറഞ്ഞൊരു രാജ്യമാണ് കാണിക്കുന്നത്. അത് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം അല്ലാത്തത് കൊണ്ട് തന്നെ
വേൾഡ് ഗവൺമെന്റിന്റെ ഏജൻസ് അവിടെ അറ്റാക്ക് ചെയ്യുകയാണ്. ഹരാൾഡ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇപ്പൊ വേൾഡ് ഗവൺമെന്റ് ഏജൻസ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഹരാൾഡ്, നീ ചുമ്മാ ഞങ്ങളെ എതിർക്കാതെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. വേൾഡ് ഗവൺമെന്റിന്റെ കീഴിൽ വരാത്ത പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും നിയമം ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സും ഇല്ല എന്ന് ഇവന്മാര് പറയുന്നുണ്ട്. ഹരാൾഡ് ആണെങ്കിൽ ഇപ്പൊ ഇത് സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊന്നും ഉത്തരവിടാനുള്ള അധികാരം വേൾഡ് ഗവൺമെന്റിനില്ല. നിങ്ങൾ ദയവ് ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ആൾക്കാരെ റിലീസ് ചെയ്യണം. എൽബാഫ് പട്ടണിയിലായിരുന്ന സമയത്ത് ഞങ്ങളെ സഹായിച്ച ഒരു രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ തിരിച്ച് സഹായം ചെയ്തേ പറ്റൂ. ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോവില്ല എന്ന് ഇപ്പൊ ഹരാൾഡ് പറയുന്നു. അവിടെയുള്ള ജനങ്ങളെയൊക്കെ ഈ വേൾഡ് ഗവൺമെന്റ് അടിമകളാക്കി കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമായിരുന്നു. ഇപ്പൊ ആൾക്കാരൊക്കെ ആണെങ്കിൽ കിങ് ഹരാൾഡ് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ച് കരയുന്നുണ്ട്. വേൾഡ് ഗവൺമെന്റ് ഏജൻസ് ആണെങ്കിൽ ഇപ്പൊ ഹരാൾഡിനോട് പറയുന്നുണ്ട്, നോക്കൂ ഹരാൾഡ്, നിന്റെ എൽബാഫും ഈ വേൾഡ് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. പക്ഷേ നിങ്ങൾ കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ട്. ഇപ്പൊ ഞങ്ങളെ സഹായിക്കുക ണെങ്കിൽ നിനക്കത് വലിയ ഗുണം ചെയ്യും. ഇനിയിപ്പോ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പോലും ഇവർക്ക് സഹായം ചെയ്യാനായിട്ട് നീ നിൽക്കുകയാണെങ്കിൽ എൽബാഫിന്റെ പേര് ആ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്താകും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക് ഹരാൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവനിപ്പോ ഈ നാട്ടിൽ നിന്ന് പിടിച്ചൊരു പെൺകുട്ടിയെ വെടിവെക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ട ആകെ കലി കയറിയ ഹരാൾഡ് ആണെങ്കിൽ ഈ നാറികൾ ഇവന്മാര് മനുഷ്യന്മാരെ അല്ല എന്ന് പറഞ്ഞിട്ട് വാളും എടുത്തുകൊണ്ട് ആ വേൾഡ് ഗവൺമെന്റിന്റെ ഷിപ്പിന് നേരെ ജമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോ വേൾഡ് എക്കോണമി ന്യൂസിൽ ഈ സംഭവത്തിനെ പറ്റി വന്ന വാർത്ത സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എൽബാഫിലെ രാജാവായ ഹരാൾഡിന്റെ കള്ളി വെളിച്ചത്തായി. ഗവൺമെന്റിനെ സൗഹൃദം നടിച്ച് ചതിക്കുകയായിരുന്നു ഹരാൾഡ്. കഴിഞ്ഞ ദിവസം ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ യാതൊരു നിയമങ്ങളും ലംഘിക്കാതെ കടലിലൂടെ പോയിക്കൊണ്ടിരുന്ന ഗവൺമെന്റിന്റെ ഒരു വാർഷിപ്പാണ് ഹരാൾഡ് കടലിൽ മുക്കിയത്. അപ്പൊ ഇത് മോർഗൻ ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഈ കള്ളത്തരം പടച്ചുവിടുന്ന പരിപാടി. നമ്മളെ ഇപ്പൊ എൽബാഫിലുള്ള ഐഡയുടെ ബാറാണ് കാണിക്കുന്നത്. റോക്സ് ഇപ്പൊ അവിടെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, കണ്ടോ ഇതാണ് ഗവൺമെന്റിന്റെ തനി നിറം. വാ ഹരാൾഡെ, നമുക്ക് നിന്റെ കൊട്ടാരത്തിൽ പോയിരുന്ന് 2 ഡ്രിങ്ക്സ് അടിക്കാം. ഹരാൾഡ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, വെറുതെ മണ്ടത്തരം വിളിച്ചു പറയാതെ, നിന്നെ പോലെ ചീത്തപ്പേരുള്ള ഒരുത്തനെ ഞാൻ ഒരിക്കലും എന്റെ രാജ്യത്തിലേക്ക് അടുപ്പിക്കാൻ പോകുന്നില്ല എന്ന്. റോക്സ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നു, എന്താടോ ഇത്, തനിക്കും പിന്നെ ഈ എൽബാഫിനും എന്റെ നാക്കാമ ആയിക്കൂടെ? ഒന്ന് സമ്മതിക്ക് ഹരാൾഡ്, നീ ഇനി ഇങ്ങനെ ഗവൺമെന്റിന്റെ മുന്നിൽ പോയി തല കുനിച്ച് നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഒരു ദിവസം എന്തായാലും ഈ എൽബാഫ് വേൾഡ് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റഡ് ആവുമെന്ന് ഹരാൾഡ് ഇപ്പൊ പറയുന്നു. അവരോടുള്ള ആത്മാർത്ഥത കാണിക്കാനാണോടെ നീ തല ഇങ്ങനെ മൊട്ടയടിച്ചു വെച്ചത്? അല്ല, ഇത് ഏത് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാ എന്നൊക്കെ ചോദിച്ചപ്പോ റോക്സ് ഹരാൾഡിനെ ഇട്ട് വാരുന്നുണ്ട്. ആ ഗാർപ്പും ഞാൻ തല മൊട്ടയടിച്ചതിന് എന്നെ കളിയാക്കി ഇപ്പൊ ഹരാൾഡ് പറയുന്നുണ്ട്. റോക്സ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഗാർപ്പോ, അവന്റെ മേലുദ്യോഗസ്ഥരെ ഒന്നും തീരെ താല്പര്യമില്ല. ഈ സമയം കൊണ്ട് അവൻ ആ നേവിയിലെ ജോലിയും കളഞ്ഞിട്ട് എന്താ പൈറേറ്റ് ആകാത്തതെന്നാ എനിക്ക് അതിശയം. ഇപ്പോ ഹരാൾഡ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഏതൊരു ഓർഗനൈസേഷനിലും മോശപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ മറീൻസ് എന്ന് പറയുന്നത് മാത്രം വൃത്തിയായിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് ആണ്. ദിവസവും അവർ എത്രയധികം ആൾക്കാരെയാണ് സഹായിക്കുന്നത്. ജോൺ ജയന്റിനെ ഒക്കെ പോലെ ഈ എൽബാഫിൽ നിന്നുള്ള കുറച്ചു പേര് ഇപ്പൊ നേവിയിലുണ്ട്. അതിന് പുറകെ വേറെയും കുറെ ജയന്റ്സ് മറീൻസ് ആകും. ഈ എൽബാഫിൽ എത്രയധികം ജയന്റ് വാരിയേഴ്സ് ഉണ്ട്. അതിൽ കുറച്ചുപേരെ നേവിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് വലിയൊരു സഹായമാവില്ലേ? ഇപ്പൊ ഹരാൾഡിന്റെ ഈ പ്ലാനൊക്കെ കേട്ടിട്ട് റോക്സ് പറയുന്നുണ്ട്, ഓ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. റോക്സ് ആണെങ്കിൽ ഇപ്പൊ ഐഡയോട് പറയുന്നു, ഐഡ എന്റെ ക്രൂവിൽ ചേരാൻ പറഞ്ഞ് നീ ഈ ഹരാൾഡിനെ ഒന്ന് കൺവിൻസ് ചെയ്യ്. ഐഡ ഇപ്പൊ പറയുന്നുണ്ട്, അതിനെന്താ ചെയ്യാമല്ലോ. ഈ ഇരിക്കുന്ന ഹരാൾഡെ എന്റെ മകനായിരുന്നെങ്കിൽ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞേനെ, അതായത് മോനെ ഹരാൾഡെ, നീ നിന്റെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ സൂക്ഷിച്ച് തെരഞ്ഞെടുക്കണം കേട്ടോ. ഇപ്പൊ ഐഡ ഇങ്ങനെ ട്രോൾ ചെയ്ത് കേട്ടിട്ട് റോക്സിന് കലി കയറുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്, ദേ ചുമ്മാ എന്നെ ചൊറിയാൻ വരരുത് കേട്ടോ എന്ന്. ബാറിന് പുറത്താണെങ്കിൽ ഹാജുറുദ്ദീനും ലോക്കിയും പിന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട മാറ്റോ എന്ന് പറഞ്ഞ ആ കുട്ടിയും ഇരിപ്പുണ്ട്. മാറ്റോ ആണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ലോക്കിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നേവി ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കാണിക്കുന്നത്. എൽബാഫിനെ വേൾഡ് ഗവൺമെന്റിന്റെ മെമ്പർ ആക്കുന്നതിൽ ഇവരുടെ കുറച്ച് വ്യൂസും കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ ചുമ്മാ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് അഡ്മിറലായിട്ടുള്ള കോങ് പറയുന്നുണ്ട്, ഒരു ജയന്റ് ഉറക്കത്തിലൊന്ന് തിരിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അടുത്തു വല്ല ഹ്യൂമൻസും കിടപ്പുണ്ടെങ്കിൽ അവന്മാർ ചമ്മന്തി പരുവമായി പോകും. പിന്നെ നമ്മൾ വല്ലതും പറഞ്ഞിട്ട് ജയൻസിന് വല്ലതും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവന്മാർ വേണേ നമ്മളെ കൊന്നു കളയുമെന്നേ. അങ്ങനെയുള്ളവർക്ക് ഹ്യൂമൻസുമായിട്ട് ഒത്തുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇതൊന്നും കോങ്ങിന്റെ അഭിപ്രായമല്ല, ഗവൺമെന്റ് ഇങ്ങനത്തെ ന്യായങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ആ സമയത്ത് വൈസ് അഡ്മിറലായിരുന്ന ഗാർപ്പ് പറയുന്നുണ്ട്, ഇതെന്തൊക്കെ മുടന്ത ന്യായങ്ങളാ, ജയൻസിനെ നേവിയിലെടുക്കാം, പക്ഷെ എൽബാഫിനെ ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പോലും. വൈസ് അഡ്മിറലായിരുന്ന സെങ്കോക്കും പറയുന്നുണ്ട്, ഹരാൾഡ് ഒരു സത്യസന്ധനായ മനുഷ്യനാ, എൽബാഫിന്റെ ആ വയലന്റ് ആയിട്ടുള്ള ചരിത്രം തിരുത്താൻ വേണ്ടിയാണ് അയാൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വൈസ് അഡ്മിറലായിട്ട് സുരുവും പറയുന്നുണ്ട്, റോക്സ് ഹരാൾഡിനെ അയാളുടെ ക്രൂവിലേക്ക് ചേരാൻ ഇൻവൈറ്റ് ചെയ്തു എന്നൊരു റൂമർ കേട്ടിരുന്നു. അതെങ്ങാനും സത്യമാണെങ്കിൽ, അതായത് അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ മറീൻസിനെ വരെ തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇവർ ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് കോങ് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ നാശം, ഇതിപ്പോ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ട പോലെ ആയി പോയല്ലോ. അവന്മാര് കാണിച്ചിട്ടുള്ള ക്രൂരതകളെ പറ്റിയോ അവന്മാരുടെ വയലന്റ് സ്വഭാവത്തിനെ പറ്റിയോ ഒക്കെ നമ്മൾ ചരിത്രത്തിൽ കുറെ കേട്ടിട്ടുള്ളതല്ലേ. ഗാർപ്പ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, അതെ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നവന്മാരെയാണ് എനിക്ക് നമ്മുടെ ഫോഴ്സിൽ വേണ്ടത് കോങ് സാൻ. എൽബാഫിനെ എത്രയും പെട്ടെന്ന് വേൾഡ് ഗവൺമെന്റുമായിട്ട്
ഇതുമായിട്ട് ലിങ്ക് ചെയ്യ്. അതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ എന്ന് കോങ് പറയുന്നുണ്ട്. ഇപ്പോ 42 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹാച്ചിനോസും ആണ് കാണിക്കുന്നത്. പൈറേറ്റ്സ് ആണെങ്കിൽ ചൂടുള്ള വാർത്ത എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. വാർത്ത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുജ പൈറേറ്റ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഷാക്കുയാക്കു ഒഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടിട്ട് ഇപ്പൊ ബാക്കി പൈറേറ്റ്സ് ഒക്കെ ഞെട്ടുന്നുണ്ട്. അയ്യോ, ഷാക്കിയെ കടലിൽ വെച്ച് കാണാനുള്ള ചാൻസ് അപ്പൊ പൂർണ്ണമായിട്ടും ഇല്ലാതായോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഒരുത്തനാണെങ്കിൽ ഇപ്പൊ തലേ കൈവച്ചോണ്ടിരുന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ കടലിലേക്ക് ഇറങ്ങിയത് തന്നെ ഷാക്കിയുടെ നേതൃത്വത്തിൽ കൂജ പൈറേറ്റ്സ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് സ്വപ്നം കണ്ടോണ്ടാണെന്ന്. എജാതി ഫാന്റസി ഒക്കെയാണ്. ഒരുത്തനാണെങ്കിൽ ഇപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട്, എല്ലാം തീർന്നു, നമ്മുടെ യുവത്വം വേസ്റ്റ് ആയി പോയല്ലോ എന്നൊക്കെ. ഈ സമയം ഗ്ലോറിയോസ ആണെങ്കിൽ റോക്സ് പൈറേറ്റ്സിലാണല്ലോ. ഇപ്പൊ അവളാണെങ്കിൽ ആ ന്യൂസ് കാണുന്നുണ്ട്, ഷാക്കി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളത്. ഇനി എന്തായിരിക്കും ഷാക്കിയുടെ പ്ലാൻ എന്ന് അവൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോ ബിഗ് മോം അടുത്തിരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ പറയുന്നുണ്ട്, നീ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരുത്തന്റെ പുറകെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും അവള് ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചത്. ഇങ്ങനെ പോയാൽ ഈ ആമസോൺ ലില്ലി നിങ്ങളുടെ പ്രേമരോഗം കാരണം തന്നെ തോറ്റു പോകുമെന്നാണ് തോന്നുന്നത്. ഗ്ലോറിയോസ ആണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനോട് പറയുന്നുണ്ട്, പോപ്കോൺ മെഷീനിൽ നിന്ന് പോപ്കോൺ പുറത്തിയാടുന്നത് പോലെ കൊച്ചുങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിനക്ക് നൈരാശ്യത്തെ പറ്റി ഒരു ചുക്കും മനസ്സിലാവില്ല എന്ന്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നോക്കിയാ ഇപ്പൊ ബിഗ് മോമിന്റെ അടുത്ത് നമുക്ക് അവരുടെ മക്കളായിട്ടുള്ള കാറ്റാഗുരിയെയും പിന്നെ ഓവനെയും പിന്നെ ഡൈഫുക്കുവിനെയും കാണാൻ പറ്റും. ഗ്ലോറിയോസ് ഇപ്പൊ പറയുന്നുണ്ട്, ഷാക്കി ആരെങ്കിലുമായിട്ട് പ്രേമത്തിലായി എന്ന് ചിന്തിക്കാൻ പാടാ. പക്ഷെ ഇനിയെങ്ങാണോ അവള് റോജറിന് പുറകെ വല്ലോ ആണെങ്കിൽ ഞാൻ അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. സ്റ്റൂസി ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, എല്ലാവർക്കും ഷാക്കി മതി, പക്ഷെ നിങ്ങളുടെ കണ്ണ് എന്റെ മേലെ മാത്രമേ ഉള്ളൂ അല്ലേ ന്യൂ ഗേറ്റ്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ നോട്ടമൊന്നും ഇല്ലെന്ന്. സ്റ്റൂസി ആണെങ്കിൽ ഇപ്പൊ ഇത് കേട്ടിട്ട് ആകെ കലിപ്പിൽ വൈറ്റ് ബിയർഡിനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞേ, ഞാൻ ആരാന്നറിയോ, ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മിസ് ബക്കിൻ. നീ പോപ്പുലർ അല്ലേ, പിന്നെന്താ നിനക്ക് പ്രശ്നമെന്ന് ഇപ്പൊ വൈറ്റ് ബിയർഡ് ചോദിക്കുന്നുണ്ട്. സ്റ്റൂസി ആണെങ്കിൽ പക്ഷെ എനിക്ക് നിങ്ങളെയാ വേണ്ടതെന്ന് പറയുന്നു. എല്ലാവരും ഓടിവാ, ഒരു വലിയ വാർത്തയുണ്ടെന്ന് ഇപ്പൊ ഹാച്ചിനോസുവിൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കാം. ഇപ്പൊ എന്താ കാര്യമെന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ തീരത്ത് കൂജ പൈറേറ്റ്സിന്റെ ഷിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് അവിടെ ഉള്ളവന്മാരൊക്കെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഷാക്കി ഹാച്ചിനോസുവിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഹാച്ചിനോസുവിൽ നടന്നിട്ടുള്ള വൺ ഓഫ് ദ മേജർ ഇൻസിഡന്റ് ആയിട്ട് തന്നെ ഇതിനെ കണക്കാക്കാവുന്ന നറേറ്റർ ഇപ്പൊ പറയുന്നുണ്ട്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ആ സൗന്ദര്യ ദേവത ഇവിടെ ഈ ചോര കൊതിയന്മാര് മാത്രം താമസിക്കുന്ന ഗുഹയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ഹാച്ചിനോസുവിൽ ഈ സംഭവം ഒരു വലിയ കോലാഹലം ഉണ്ടാക്കി. കുജ പൈറേറ്റ്സ് ആണെങ്കിൽ ഷാക്കി ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ടേക്ക് കെയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട്. ഷാക്കി ആണെങ്കിൽ ട്രൈറ്റോമ എടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അവളാണെങ്കിൽ യെസ് മാം എന്ന് പറയുന്നു. അവിടെയുള്ള പൈറേറ്റ്സ് ആണെങ്കിൽ ഷാക്കിയെ കണ്ടപ്പോഴത്തേക്ക് ആകെ സീനാണ്, ഒരു ദേവത വന്ന് ഇറങ്ങിയടാ, എനിക്കിനി ചത്താലും മതി എന്നൊക്കെ അവന്മാര് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് പൈറേറ്റ് ഐലൻഡ്. പൈറേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ഒരു വൃത്തികെട്ട ഐലൻഡിലേക്ക് നിങ്ങളെപ്പോലെ ഒരു ബ്യൂട്ടി ക്യൂൻ വന്നത്, ഇനി ഒരടി പോലും മുന്നോട്ട് വെച്ച് പോകരുതെന്ന്. ഷാക്കിയുടെ സൗന്ദര്യത്തിന്റെ തിളക്കം കാരണം എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നു, എനിക്ക് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല, ഇത് സത്യമാണോ അതോ ഞങ്ങൾ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവന്മാര് അവിടെ കടന്ന് വൻ വിഷയം. ഒരുത്തനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഗ്ലോറിയോസ സമയം പോലെ റോക്സ് പൈറേറ്റ്സിലേക്ക് ചേരാനാണോ നിങ്ങളും വന്നതെന്ന്. ഏയ് അല്ല, ഞാനിവിടെ കുറച്ച് നാളത്തേക്ക് തങ്ങാൻ വേണ്ടി വന്നതാണെന്ന് ഷാക്കി പറയുന്നുണ്ട്. ഇതൂടി കേട്ടപ്പോഴത്തേക്ക് ഇവന്മാരും മൊത്തത്തിൽ ഫ്ലാറ്റ്. ഷാക്കി ഇപ്പൊ ഇവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ ഞാനും ഒരു പൈറേറ്റ് ആണ്, ഞാൻ താഴെ കിടക്കുന്ന ഒരു ഇല മറിച്ചിട്ടാൽ പോലും മറീൻസ് എന്നെ പിടിക്കാൻ വരും, അതാണ് അവസ്ഥ. സോ ഇവിടെ ഒളിവിൽ താമസിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യൂ. ആൻഡ് ഇവിടെയുള്ള പൈറേറ്റ്സ് ആർ ലൈക്ക്. ഷാക്കി ഇപ്പൊ പറയുന്നുണ്ട്, ഇവിടൊക്കെ കുറച്ച് നാറ്റമുണ്ട്, ഇവിടെ മുഴുവൻ ഞങ്ങൾ ക്ലീൻ ചെയ്തു തരാമെന്ന് ഇപ്പൊ പൈറേറ്റ്സ് പറയുന്നു. ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങാനാണ് എന്റെ പ്ലാൻ എന്ന് ഷാക്കി പറയുമ്പോൾ ഇപ്പൊ തന്നെ ഒരെണ്ണം കെട്ടിത്തരട്ടെ എന്ന് പൈറേറ്റ്സ് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കുറച്ച് പൂച്ചെടികളും നട്ടുപിടിപ്പിക്കാമെന്ന് ഇപ്പൊ ഇവന്മാര് പറയുന്നുണ്ട്. റോക്സ് ആണെങ്കിൽ ഇപ്പോ എന്താടാ ഇവിടെ ബഹളം, നീയൊക്കെ കൂട്ടം കൂടി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അവിടെ നിൽക്കുന്ന പൈറേറ്റ്സ് പറയുന്നുണ്ട്, അയ്യോ റോക്സ് പൈറേറ്റ്സ് എത്തിയല്ലോ, സംഗതി പ്രശ്നമാവും. ഇവന്മാരിപ്പോ റോക്സിനോട് പറയുന്നു, ഞങ്ങളോട് ദേഷ്യപ്പെടരുത് റോക്സാൻ, ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തതാ, ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കാം, ഇവരെ ഈ ഐലൻഡിൽ ജീവിക്കാനായിട്ട് സമ്മതിക്കണം. അങ്ങനെ ഹാച്ചിനോസുവില് ഷാക്കി ഒരു ബാർ തുടങ്ങിയിരിക്കുകയാണ്. ആൾക്കാരുടെ ഒരു നീണ്ട ക്യൂ തന്നെ ആ ബാറിന് മുന്നിലുണ്ട്. പൈറേറ്റ് ഐലൻഡിന്റെ മുഖ്യ ആകർഷണം ഷാക്കീസ് റിപ്പ് ഓഫ് ബാർ. ഇതെന്തു കൊണ്ടാരമാണെന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പൊ റോക്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷാക്കി ഇപ്പൊ പറയുന്നുണ്ടോ, എനിക്ക് വളരെ സന്തോഷമായി, എന്റെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ആണ് നിങ്ങൾ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി തന്നെ വന്നതാണല്ലോ അല്ലേ. ഇപ്പോ ഷാക്കിയെ കണ്ടതും ദേടാ ഒരു മാലാക മുന്നിൽ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് റോക്സും ക്യോവും ഷിക്കി മാർലനും ക്യാപ്റ്റൻ ജോണും എന്തിന് നമ്മുടെ വൈറ്റ് ബിയർഡ് വരെ ഹാർട്ട് സിമ്പലും കാണിച്ചിട്ട് ഫ്ലാറ്റ് ആയി നിൽക്കുകയാണ്. ഹാച്ചിനോസുവില് ഷാക്കിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു പാഴ് ഭൂമിയിൽ ഷാക്കുയാക്കു പുഷ്പം വിരിഞ്ഞതുപോലെ ആയിരുന്നു. കാലക്രമേണ ഈ ഐലൻഡിലുള്ള പൈറേറ്റ്സ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു നിധിയായിട്ട് ഷാക്കുയാക്കു മാറും.
ഹാച്ചിനോസുവിലെ നിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വാല്യുബിൾ ആയ ഒന്ന്. പക്ഷേ ഒരു നിധി എന്ന് പറയുമ്പോൾ അത് മോഷ്ടിക്കാനായിട്ട് കണ്ണുവെച്ചും കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ടാകും എന്ന് നറേറ്റർ പ്രത്യേകം പറയുന്നുണ്ട്. പറഞ്ഞ് ഇനിയിപ്പോൾ നാളെ ഷാക്കിയാണ് വൺ പീസ് എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. ഷാക്കിക്ക് അവിടെ ഒരു കുപ്പിയുടെ അടപ്പ് തുറന്നു കൊടുക്കാൻ വരെ സഹായികളാണ്. ക്യാപ്റ്റൻ ജോൺ ഞാൻ തുറന്നു തരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. റോക്സ് ആണെങ്കിൽ ഈ ബാറിൽ എന്ത് സുഗന്ധമാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ മണപ്പിച്ച് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മരി ജോയ്സിലെ 5 എൽഡേഴ്സ് ഉള്ള അതോറിറ്റി റൂമാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ മാർസ് പറയുന്നുണ്ട് ഈ മെസ്സേജ് ഹെറാൾഡിന് കൊടുക്കണം. അതായത് നിങ്ങൾ എൽബാഫ് വാരിയേഴ്സ് ഞങ്ങളുടെ കണ്ടീഷൻസ് നിറവേറ്റുകയാണെങ്കിൽ എൽബാഫിനെ വേൾഡ് ഗവൺമെന്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കണ്ടീഷൻ ഇതാണ്, റോക്സിനെ കൊന്നുകളയുക. ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആയിരിക്കുകയാണ്. അടുത്ത ആഴ്ച ബ്രേക്ക് ആണ്. സോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പം നെക്സ്റ്റ് ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.